അപ്പോൾ നമ്മുടെ ഐഫോൺ എളുപ്പം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു വാൾപേപ്പർ നമ്മുടെ ഫോണിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കാട്ടും എൻ്റെ ഫോണിലൊരു വാൾപേപ്പർ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആണ്. ഇപ്പോൾ എൻ്റെ എല്ലാ ഡിവൈസസിലും ഞാൻ ഇപ്പോൾ ഈ ഒരു വാൾപേപ്പറാണ് യൂസ് ചെയ്യുന്നത്. കാട്ടും അത്യാവശ്യം വളരെ നല്ല കോൺട്രാസ്റ്റിംഗ് ആയിട്ടൊരു വാൾപേപ്പറാണ് ഞാൻ ഈ ഒരു ഫോൺസിലെല്ലാം യൂസ് ചെയ്യുന്നത്. എൻ്റെ മാക്കിലും എല്ലാം ഞാൻ ഈ തരത്തിൽ ഡൗൺലോഡ് ചെയ്തൊരു വാൾപേപ്പറാണ് ഞാൻ ഇപ്പോൾ എൻ്റെ കറൻ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 4 വാൾപേപ്പർ ആപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആപ്പ് എന്ന് പറയുന്നത് വാൾക്രാഫ്റ്റ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ആപ്പ് ഓപ്പൺ ആകുന്ന പറഞ്ഞാൽ ഇവിടെ കണ്ട് നമുക്ക് ആ ഒരു വാൾപേപ്പേഴ്സ് എല്ലാം ഇവിടെ ലോഡായി വരുന്നുണ്ട്. കുറച്ച് ആഡ്സ് ഒക്കെ അതിനകത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നിന്നാണ് ഞാൻ ഇപ്പോൾ ഈ കറൻറ്റ് യൂസ് ചെയ്യുന്ന ഈ ഒരു വാൾപേപ്പർ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ആഡ്സ് കാണിക്കുന്നതായിരിക്കും. ജസ്റ്റ് കണ്ടിന്യൂ ടു ആപ്പ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ തരത്തിൽ നിങ്ങളുടെ ഈ ഒരു ആപ്പ് ലോഡായി വരുന്നതായിരിക്കും. അത്യാവശ്യം വളരെ നല്ല കളക്ഷൻസുള്ള വാൾപേപ്പറാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വളരെ നല്ല ക്വാളിറ്റി ഇതിനകത്ത് വരുന്ന ആപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഓരോരോ സെക്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ലൈവ് വാൾപേപ്പേഴ്സ് നമുക്കിവിടെ അടുത്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് iOS 17 നമുക്ക് ലൈവ് വാൾപേപ്പർ എന്ന് പറയുന്ന ഫീച്ചർ നമുക്ക് വീണ്ടും തിരിച്ച് ആപ്പിലേക്ക് വരുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് വാൾപേപ്പേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് iOS 17 വന്നതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഫീച്ചേഴ്സ് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ സെക്ഷൻ കിട്ടുന്നുണ്ട്. എക്സ്ക്ലൂസീവിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ച് ഓപ്ഷൻസ് അതിനകത്ത് കിട്ടുന്നതായിരിക്കും. അതായത് നമ്മുടെ ഫോണിന് ആപ്റ്റായിട്ടുള്ള കുറച്ച് ഡിസൈൻസ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഡൈനാമിക് ഐലൻഡ് ഉണ്ടായിരുന്നു. നമുക്കൊരു ഡൈനാമിക് ഐലൻഡ് ഉള്ളൊരു വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ വാൾപേപ്പറിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു കോയിൻസിനാണ് ഒരു ഐക്കൺ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഇവിടെ നമുക്ക് മുകളിലായിട്ടും നമുക്കൊരു കോയിൻസ് കിട്ടുന്നതായിരിക്കും. ഇവിടെ കാട്ട് എൻ്റെ 0 ആണ്. അപ്പോൾ ഈ തരത്തിൽ കോയിൻസ് ഉള്ള വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രീമിയം വെർഷൻ എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ആഡ്സ് കാണേണ്ടി വരും. ഇപ്പോൾ ഇവിടെ കണ്ട് 11 ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കോയിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങൾക്ക് 11 ആഡ്സ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ 11 ആഡ്സും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്താൽ വർത്തായിരിക്കും. അതായത് അത്രയ്ക്ക് ഹൈ ക്വാളിറ്റി വാൾപേപ്പേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാൾപേപ്പർ ആപ്പ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വാൾപേപ്പർ ഇതിനകത്ത് വരുന്നതായിരിക്കും. വളരെ നല്ല കണ്ടൻറ്റാണ് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നു നോക്കിയാൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒത്തിരി വാൾപേപ്പേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ അടുത്ത വാൾപേപ്പർ ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട പേപ്പേഴ്സ് എന്നാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഐഫോൺ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യപ്പം തൊട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന വാൾപേപ്പർ ആപ്പ് ഇതായിരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയധികം കാറ്റഗറീസ് കാണാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു കാറ്റഗറീസ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് വാൾപേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ടെക്സ്ചർ എടുത്ത് നമുക്ക് ടെക്സ്ചറിൻ്റെ ആ ഒരു കാറ്റഗറിയിലുള്ള ഒത്തിരി വാൾപേപ്പേഴ്സ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നതാണ്. ഹൈ ക്വാളിറ്റി വാൾപേപ്പേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെയാണ് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിനകത്ത് നമുക്ക് ചെറിയ ആഡ്സ് വരുന്നതായിരിക്കും. അവിടെ നമുക്ക് പ്രിവ്യൂ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഹോം സ്ക്രീൻ എങ്ങനെയായിരിക്കും, നമ്മുടെ ലോക്ക് സ്ക്രീൻ എങ്ങനെയായിരിക്കും, അതെല്ലാം നമുക്കിവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾക്ക് വാൾപേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് സെക്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം വളരെ നല്ല ഒരു കളക്ഷൻ തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല ഡിസൈൻസാണ് ഇതിനകത്ത് വരുന്നത്. വാൾപേപ്പേഴ്സ് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ലോഡ് ആവുന്നുണ്ട്. ചെറിയ ആഡ് കാണിക്കുന്നതായിരിക്കും. ജസ്റ്റ് ആ ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പേഴ്സ് എല്ലാം ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൈ ക്വാളിറ്റി വാൾപേപ്പേഴ്സാണ് ഇതിനകത്തും വരുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വാൾപേപ്പർ ആപ്പ് എന്ന് പറഞ്ഞാൽ സെഡ്ജ് എന്നാണ്. അപ്പോൾ സെഡ്ജ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്പാണ്. അതായത് നമുക്ക് ഇതിനകത്ത് ഒത്തിരി അധികം യൂസുള്ളൊരു ആപ്പാണ്. അതിനകത്ത് നമുക്ക് ലൈവ് വാൾപേപ്പേഴ്സ് ഉണ്ട്, റിംഗ് ടോൺസ് ഉണ്ട്, വാൾപേപ്പേഴ്സ് ഉണ്ട്, വീഡിയോസൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ കണ്ട് ചെറിയ ആഡ് കാണിച്ചിരുന്നു. അപ്പോൾ നമുക്ക് താഴേക്ക് വന്നാൽ നമുക്ക് ഇതിനകത്ത് ഒത്തിരിയധികം കളക്ഷൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഒത്തിരിയധികം വാൾപേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ കണ്ടും അത്യാവശ്യം ഹൈ ക്വാളിറ്റി വാൾപേപ്പേഴ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. സെക്ഷൻ വൈസ് നമുക്ക് ഇതിനകത്ത് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഈ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന അതേ തരത്തിലുള്ളൊരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള വാൾപേപ്പറാണ് ഇപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതേ രീതിയിലുള്ളൊരു വാൾപേപ്പറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുകയാണെങ്കിൽ ഡൗൺലോഡ് കൊടുക്കാൻ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയൊരു ആഡ് കാണിക്കുന്നതായിരിക്കും. ആ ആഡ് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ ഫോട്ടോസ് ആപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾക്ക് ഒത്തിരിയധികം വാൾപേപ്പേഴ്സ് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഹൈ ക്വാളിറ്റി വാൾപേപ്പേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതും ഞാൻ ഇപ്പം കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന അതേ തരത്തിലുള്ളൊരു വാൾപേപ്പറാണ് വന്നിരിക്കുന്നത്. അടുത്ത നാലാമത്തേന്ന് പറയുന്നത് നമ്മുടെ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പാണ്. പിൻട്രസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തും കുറേ ഹൈ ക്വാളിറ്റി വാൾപേപ്പേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടും ഒത്തിരിയധികം കളക്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ വാൾപേപ്പേഴ്സ് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വാൾപേപ്പർ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ജസ്റ്റ് ബാറ്റ്മാൻ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ബാറ്റ്മാൻ്റെ അതേ രീതിയിലുള്ള ഒത്തിരി വാൾപേപ്പേഴ്സ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. ഒത്തിരിയധികം കളക്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ചെറിയ വീഡിയോസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ തരത്തിലൊക്കെ ഒത്തിരി വാൾപേപ്പേഴ്സ് നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് എടുക്കാൻ പറ്റുന്ന ഒത്തിരിയധികം ഐഡിയാസ് നമുക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. വാൾപേപ്പേഴ്സിൻ്റെ ഐഡിയാസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരിയധികം കളക്ഷനുള്ള വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ടും ബാറ്റ്മാൻ്റെ ഒക്കെ വളരെ നല്ല ക്വാളിറ്റി ഉള്ള വാൾപേപ്പേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്.
ഇവിടെ ജസ്റ്റ് സേവ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീട് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഡൗൺലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഈ ഇമേജ് ഡൗൺലോഡ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു 4 വാൾപേപ്പേഴ്സിൻ്റെ ആപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ആപ്സൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. അടുത്ത കാണുന്നതായിരിക്കും. See you.